ബി.ആർ. അംബേദ്കറുടെ 135ാം ജന്മവാർഷിക ആചരണ വേളയിൽ അദ്ദേഹത്തിന്റെ ഹിന്ദുത്വ വിരുദ്ധ പ്രത്യയശാസ്ത്ര നിലപാടുകൾ എത്ര കണ്ട് പ്രസക്തമാണ് എന്ന് നമ്മൾ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട്. നമുക്കറിയാവുന്നതുപോലെ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയാണ് അംബേദ്കർ. എന്നാൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഇവിടെ പറയാം. ഭരണഘടന തയ്യാറാക്കിയ സമയത്ത് തന്നെ ജാതികളാൽ അസമത്വം നിറഞ്ഞ ഇന്ത്യൻ യാഥാർത്ഥ്യവും ഭരണഘടന വിഭാവനം ചെയ്യുന്ന സമത്വവും തമ്മിലുള്ള വിടവ് അദ്ദേഹത്തിനെ അലോസരപ്പെടുത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ അന്നത്തെ ആശങ്കകൾ ഇന്ന് എന്നത്തെയും പോലെ തന്നെ പ്രസക്തമായി തുടരുകയാണ്. ഭരണഘടനയിൽ വിഭാവനം ചെയ്തിരുന്ന ഇന്ത്യയിലെ ജനാധിപത്യ സ്വാതന്ത്ര്യം പോലും ഭാവിയിൽ ഇല്ലാതാക്കപ്പെടും എന്ന് അദ്ദേഹം ഭയപ്പെട്ടിരുന്നു. ഹിന്ദുത്വ ഫാസിസം എതിരാളികളെ കൈകാര്യം ചെയ്യാൻ പോകുന്ന രീതി അന്നേ അദ്ദേഹത്തിന്റെ ഉറക്കം കെടുത്തിയിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. യൂറോപ്യൻ ഫാസിസത്തിനോടൊപ്പം 1920കളിൽ സ്ഥാപിതമായതാണ് RSS എന്ന ഫാസിസ്റ്റ് സംഘടന. ഇവർ ഉയർത്തിപ്പിടിച്ച മനുസ്മൃതി ദളിതരെയും സ്ത്രീകളെയും ഹീനവിഭാഗങ്ങളായി അടിച്ചമർത്താൻ നിർദ്ദേശിക്കുന്ന ഒന്നാണ്. 1920ൽ മനുസ്മൃതി ദഹിപ്പിച്ചുകൊണ്ട് അംബേദ്കർ ഹിന്ദുത്വ ഫാസിസ്റ്റുകളുടെ സനാതന നിലപാടുകളോട് പോരാട്ടം പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. മനുസ്മൃതി കത്തിക്കുന്നതിന് മുൻപ് മഹാത് സത്യാഗ്രഹത്തിന്റെ ഭാഗമായി 3000-ലേറെ സ്ത്രീകളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചപ്പോൾ അതുവരെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സ്ത്രീ സമ്മേളനങ്ങളിലൊന്നായി അത് മാറുകയായിരുന്നു. ഇതും മനുവാദി നിലപാടുകൾക്ക് വിരുദ്ധമായ യുദ്ധപ്രഖ്യാപനം തന്നെയായിരുന്നു. 1950ൽ ഭരണഘടന തയ്യാറാക്കുന്ന സമയത്ത് അംബേദ്കർക്ക് എതിരെ ഹിന്ദുത്വ ഫാസിസ്റ്റുകൾ വരുന്നത് മനുസ്മൃതിയെ അവഗണിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു. ഇതിനു മുൻപ് ഹിന്ദു സ്ത്രീകൾക്ക് വിധവാ പുനർവിവാഹം, വിവാഹമോചനം, പിന്തുടർച്ചാവകാശങ്ങളൊക്കെ ഉറപ്പുവരുത്തുന്ന ഹിന്ദു കോഡ് കരട് ബിൽ അംബേദ്കർ അവതരിപ്പിച്ചതിനെ തുടർന്ന് 1949 ഡിസംബർ 12-ന് ഡൽഹിയിലെ രാംലീല മൈതാനിയിൽ സംഘപരിവാരങ്ങൾ അംബേദ്കറുടെ കോലം കത്തിച്ചു എന്നത് നാം മറന്നുപോകരുത്. അമിത്ഷാ ഒരിക്കൽ സഹി കെട്ടിട്ട് പറഞ്ഞു പോയതാണ് അംബേദ്കർ എന്ന് പുലമ്പുന്നു എന്ന്. സംഘപരിവാരങ്ങളുടെ മനസ്സിലിരിപ്പാണ് ഇതിലൂടെ പുറത്തുവരുന്നത്. സാമ്പത്തിക സംവരണം എന്നത് കൃത്യമായ അംബേദ്കർ വിരുദ്ധ നിലപാടാണ്. കേരളത്തിലടക്കം ദളിതർക്കെതിരെ ആക്രമണങ്ങൾ വർദ്ധിച്ചിരിക്കുന്നു. ഒരു വർഷം 60,000-ഓളം ദളിതർ ആക്രമിക്കപ്പെടുന്ന രാജ്യമാണ് നമ്മുടേത്. അംബേദ്കർ അന്ന് ഭയപ്പെട്ടിരുന്നത്, മുൻകൂട്ടി കണ്ടിരുന്നത് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വർഗസമരം എന്നത് ജാതി വിരുദ്ധ പോരാട്ടം കൂടിയാണ്. ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിൽ നാം ഉയർത്തിപ്പിടിക്കേണ്ട പ്രഥമ ക്രാന്തദർശിത്വമാണ് മഹാനായ അംബേദ്കറുടേത് എന്നത് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തട്ടെ.